വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യുന്ന മലയാളി സുഹൃത്തുക്കൾക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ മാസം എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന്, പെൻഷൻ എന്ന് കിട്ടിത്തുടങ്ങും, എങ്ങനെയാണ് ഇതിൽ മെമ്പർ ആവുക എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ മറുപടിയും ഈ വീഡിയോയിലുണ്ട്. ആദ്യമേ പറയട്ടെ, ഇത് വെറും ഒരു പെൻഷൻ പദ്ധതിയല്ല, പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും ഒരു സുരക്ഷാ കവചമാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്കും 60 വയസ്സ് തികയാത്തവർക്കും ഈ പദ്ധതിയിൽ ചേരാം. പ്രധാനമായും 2 വിഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ. ഇവരെ നമ്മൾ കാറ്റഗറി 1A എന്ന് വിളിക്കും. 2, വിദേശത്ത് നിന്ന് മടങ്ങി വന്നവരോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ആയ മലയാളികൾ. ഇവരെ 1B അല്ലെങ്കിൽ 2A വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. ഇനി എങ്ങനെയാണ് ഇതിൽ ചേരുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തന്നെ അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയും ഇത് ചെയ്യാം. അപേക്ഷിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട ചില രേഖകളുണ്ട്. പാസ്പോർട്ട്, ആധാർ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, നോമിനിയുടെ വിവരങ്ങൾ, നിലവിൽ വിദേശത്താണെങ്കിൽ വിസയുടെ കോപ്പി എന്നിവ നിർബന്ധമാണ്. നാട്ടിൽ തിരിച്ചെത്തിയവരാണെങ്കിൽ പാസ്പോർട്ടിലെ മടക്കയാത്ര രേഖപ്പെടുത്തിയ പേജ് സ്കാൻ ചെയ്ത് നൽകണം. പലർക്കും സംശയമുള്ളത് മാസവരി സംഖ്യയെക്കുറിച്ചാണ്. 2026 കണക്ക് പ്രകാരം വിദേശത്തുള്ളവർ പ്രതിമാസം 350 രൂപയോ അതിനു മുകളിലോ ആണ് അടയ്ക്കേണ്ടത്. നാട്ടിൽ തിരിച്ചെത്തിയവർ 200 രൂപ വീതം അടയ്ക്കണം. ഇത് കൃത്യസമയത്ത് തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു വർഷത്തെ തുക ഒരുമിച്ച് അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അടവ് മുടങ്ങിയാൽ പിഴ പലിശ വരാൻ സാധ്യതയുണ്ട്. നിലവിൽ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യം അനുസരിച്ച് കുറഞ്ഞത് 10 വർഷമെങ്കിലും വിഹിതം അടച്ചവർക്ക് 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങും. നിങ്ങൾ എത്ര വർഷം കൂടുതൽ വിഹിതം അടയ്ക്കുന്നുവോ അത്രയും തുക പെൻഷനിൽ വർധനവുണ്ടാകും. പെൻഷൻ മാത്രമല്ല ഈ പദ്ധതിയുടെ നേട്ടം. അംശാദായം അടയ്ക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് ധനസഹായം ലഭിക്കും. അതുപോലെ പെൻഷൻ കിട്ടിത്തുടങ്ങുന്നതിന് മുൻപ് അംഗം മരണപ്പെട്ടാൽ നോമിനിക്ക് ആ തുക ലഭിക്കാനുള്ള അവകാശമുണ്ട്. അംഗങ്ങളുടെ മക്കളുടെ വിവാഹ ആവശ്യത്തിനും ചികിത്സാ സഹായത്തിനും പഠനാവശ്യങ്ങൾക്കും നിശ്ചിത തുക ധനസഹായം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാസികൾ ഈ പദ്ധതിയിൽ ചേരുന്നത് വലിയൊരു നിക്ഷേപം കൂടിയാണ്. ഇനി ചിലർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പറയാം. പലരും അപേക്ഷ നൽകുമ്പോൾ തെറ്റായ ഫോൺ നമ്പറോ ഇമെയിൽ വിലാസമോ നൽകും. ബോർഡിൽ നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത് ഈ നമ്പറിലേക്കായിരിക്കും. അതുകൊണ്ട് സ്വന്തം നമ്പറോ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പറോ നൽകുക. മറ്റൊന്ന്, നോമിനിയുടെ പേര് കൃത്യമായി നൽകുന്നില്ല എന്നതാണ്. നോമിനിയുടെ ആധാർ കാർഡിലുള്ള അതേ പേര് തന്നെ നൽകാൻ ശ്രദ്ധിക്കണം. കൂടാതെ 5 വർഷത്തിൽ കൂടുതൽ അടവ് മുടങ്ങിയാൽ അംഗത്വം റദ്ദാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേയ്മെന്റ് ഹിസ്റ്ററി പരിശോധിക്കുക. ഒരു പ്രധാന കാര്യം കൂടി ഓർപ്പിക്കുന്നു, 2026 ചില സർവീസ് ചാർജുകളിലും പെൻഷൻ തുകയിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ പ്രവാസി വെൽഫെയർ ബോർഡ് ഓഫീസിലോ വിളിച്ച് കൃത്യമായി ഈ തുക ഉറപ്പുവരുത്തുക. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങളുടെ ഓരോ സംശയത്തിന് നമ്മൾ മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രവാസികളായ സുഹൃത്തുക്കൾക്കും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു കൈത്താങ്ങായി ഈ പെൻഷൻ പദ്ധതി ഉണ്ടാകും, മറക്കരുത്. 60 വയസ്സിന് മുൻപ് തന്നെ ഇതിൽ അംഗമാകാനും ശ്രദ്ധിക്കണം.